ഹായ് ഗായ്സ്, വൈസ് ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹാൻഡ് വാക്കിൻ്റെ വീഡിയോ. അത് ഇനിയും ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം നല്ല റീച്ചിലെത്തി, എത്താൻ സഹായിച്ച എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് വന്ന ഏറ്റവും കൂടുതൽ കമൻറ്റാണ് എങ്ങനെയാണ് ബാക്ക് ഫ്ലിപ്പ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ബാക്ക് ഫ്ലിപ്പിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ പേടിയാണ്. നമ്മൾ ബാക്കോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വീഴുക, കഴുത്തൊടിഞ്ഞ് വീകുമോ തലകുത്തി വീകുമോ എന്നുള്ള പേടിയാണ് നമ്മളെ കൊണ്ട് ഈ ബാക്ക് ഫ്ലിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് വലിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറയുന്ന ഡ്രിൽസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ പേടി നമുക്ക് ഒഴിവാക്കി കിട്ടാൻ പറ്റും. ഈ പേടി ഒഴിവാക്കി നമ്മൾ നല്ലപോലെ ഫ്ലിപ്പ് ചെയ്യാൻ പഠിക്കും. അപ്പോൾ നിങ്ങൾ നടുവിലൊന്നും സ്കിപ്പ് ചെയ്ത് കളയരുത്. സ്കിപ്പ് ചെയ്ത് കളയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ പറയുന്ന ഓരോ ഡ്രിൽസും ഓരോ ഓരോ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബാക്ക് ഫ്ലിപ്പ് എന്ന് പറയുന്നത് ശരിക്കും 3 പ്രോസസ്സാണ്: ജംപ്, ടക്ക് ഓർ ഫ്ലിപ്പ് ആൻഡ് ലാൻഡിങ്. ഈ 3 പ്രോസസ്സാണുള്ളത്. ഈ 3 പ്രോസസ്സിനും ഓരോ ഡ്രിൽസാണ്. അപ്പോൾ ഒരു ഡ്രില്ലെന്ന് പറയുന്നത് ചിലപ്പോൾ ഹൈറ്റിന് വേണ്ടിയിട്ടാണ്, മറ്റൊരു ഡ്രില്ല് ഫ്ലിപ്പിന് വേണ്ടിയിട്ടാണ്, മറ്റൊരു ഡ്രില്ല് ലാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ് പൂർത്തിയാവില്ല. അപ്പോൾ നിങ്ങൾ നടുവിൽ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ ഡ്രിൽസിലേക്ക് കടക്കാം. ഇപ്പോൾ പറയാനാണെങ്കിൽ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഇതെന്നല്ല, എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സർഫേസ് യൂസ് ചെയ്യുക. ഒരു ബിഗിനർ ആവുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സർഫേസ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ബോഡി നന്നായിട്ട് വാമപ്പ് ചെയ്തിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇത് നല്ല ഏത് കാര്യവും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഡ്രിൽസിലേക്ക് കിടക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡ്രില്ലിലേക്ക് കിടക്കാം. ആദ്യത്തെ ഡ്രില്ല് ബാക്ക് ഫ്ലിപ്പിൻ്റെ ഹൈറ്റിന് വേണ്ടിയിട്ടാണ്. ഡ്രില്ലെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ജമ്പ് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ജമ്പ് ചെയ്യുക. ഈ ജമ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ജമ്പ് ചെയ്ത് പൊന്തുന്ന സമയത്ത് നമ്മുടെ ടോപ്പ് പോർഷനെ കൊണ്ടായിരിക്കണം പൊന്തുന്നത്. കാലിൻ്റെ ടോപ്പ് പോർഷനെ കൊണ്ടായിരിക്കണം പൊന്തുന്നത്. അതുപോലെ തന്നെ ഈ കൈ ഇവിടുന്ന് മേലോട്ട് എറിഞ്ഞ് വേണം ചാടുന്ന സമയത്ത് മാക്സിമം ഹൈറ്റ് എടുത്ത് ചാടി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്രില്ല്, സ്ട്രെയിറ്റ് ആയിട്ട് ജമ്പ് ചെയ്യുക. സോ നമ്മുടെ ബാക്ക് ഫ്ലിപ്പിൻ്റെ രണ്ടാമത്തെ ഡ്രില്ലെന്ന് പറയുന്നത്, നമ്മുടെ ചാടുന്ന സമയത്ത് കൈ ഇതുപോലെ പൊന്തി മേലോട്ട് പോകില്ല, നമ്മുടെ ഫേസ് ലെവലേ വരുള്ളൂ. അതുപോലെ തന്നെ കാല് നമ്മുടെ തൈസ് നമ്മുടെ ചെസ്റ്റിലേക്ക് അടിച്ച് വേണം ചാടുന്ന സമയത്ത് കാല് നമ്മുടെ ചെസ്റ്റിലേക്ക് അടിച്ച് വേണം ചാടാൻ. ശരിക്കും ഈ ബാക്ക് ഫ്ലിപ്പിൻ്റെ അകത്ത് ഈ ഫ്ലിപ്പായി പോകുന്നത് ഈ ഒരു ഡ്രില്ലിലൂടെയാണ്. അപ്പോൾ അതെങ്ങനെ നോക്കാം. അപ്പോൾ അടുത്ത ഡ്രില്ലെന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് റോളിംഗ് ആണ്. അതായത് നമ്മുടെ ബാക്കോട്ട് തലകുത്തി മറിയുക. അപ്പോൾ ഈ ഒരു ഡ്രില്ലിലൂടെയാണ് നമുക്ക് ബാക്കോട്ട് മറിയാനുള്ള പേടി ഒഴിവായി കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ബേസിക് ആണ്. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നമ്മളെ ഫ്ലിപ്പിന് സ്പീഡും കിട്ടും, നമ്മുടെ ആ പേടി ഒന്ന് ഒഴിവായി കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളെ ഈ 3 ഡ്രില്ലും കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രില്ല് ചെയ്യാനായിട്ട് ഒരാളെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ ആവശ്യമുണ്ട്. ശരിക്കും എന്നെ വെയിറ്റ് താങ്ങാൻ പറ്റുന്ന ഒരാളെയാണ് നമുക്കിവിടെ ആവശ്യം. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആരും കിട്ടാനില്ല, ആരും വരുന്നില്ല. അപ്പോൾ ഞാനിവിടെ എൻ്റെ അനിയനെ തന്നെയാണ് വെച്ചത്. അപ്പോൾ ഏകദേശം എന്നെ താങ്ങാനുള്ള കപ്പാസിറ്റി അവൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈ ഡ്രില്ല് ചെയ്യാനായിട്ട് നമുക്കൊരു സ്പോട്ടർ ആവശ്യമുണ്ട്. സ്പോട്ട് ചെയ്യുന്നവർ ഇവരെ ചതിക്കരുത്, ചെയ്യുന്ന ആളെ ചതിക്കരുത്, ഇവരെ വിശ്വസിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഡ്രില്ലിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ഡ്രില്ല് സ്ട്രെയിറ്റ് ജമ്പ് നമ്മൾ ഇവിടെ സ്പോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാൾ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാണ്. അതായത് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ റിബ് കേജിന് ഇവിടെ പിടിച്ചിട്ട് വേണം സപ്പോർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ആൾ നിൽക്കുന്നത് കണ്ടോ, എന്നെ വെയിറ്റ് താങ്ങാനുള്ള രീതിയിലാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ഡ്രില്ലെന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ഡ്രില്ലായ ജമ്പ് ചെയ്തിട്ട് നമ്മൾ തൈസ് ചെസ്റ്റിനെ അടിക്കുന്ന ഡ്രില്ല്. ആ ഡ്രില്ല് ഇതുപോലെ നമ്മളെ ഒരാളെ കൊണ്ട് സ്പോട്ട് ചെയ്തിട്ട് വേണം ചെയ്യിപ്പിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ശരിക്കും ഇതാണ് നമ്മുടെ ഫ്ലിപ്പിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നത്. നമ്മുടെ കാല് ഈ നമ്മുടെ തൈസ് നമ്മുടെ ചെസ്റ്റിലേക്ക് ഇടുന്ന സമയത്താണ് നമ്മൾ ഫ്ലിപ്പായി പോകുന്നത് ശരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം നമ്മുടെ ഫ്ലിപ്പിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം.
സോ ഗൈസ് നമ്മുടെ ഡ്രിൽസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 3 ഡ്രിൽസും ഒരുപോലെ നന്നായി പ്രാക്ടീസ് ചെയ്യണം. ഈ ഡ്രിൽസ് കാര്യങ്ങളാണ് നമുക്ക് ഈ ഫ്ലിപ്പിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ജമ്പ് ചെയ്യുക, പിന്നെ റോൾ ചെയ്യുക, പിന്നെ ലാൻഡ് ചെയ്യുക. ഈ 3 ഡ്രിൽസാണുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇയാൾ എൻ്റെ ഹിപ്പിനിവിടെ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ പൊക്കി തരികയാണ് അയാൾ വേണ്ടത്. ഇയാളെന്നെ ഇവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ജംപ് ആൻഡ് റോൾ ആൻഡ് ലാൻഡിങ് ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഹൈറ്റിന് വേണ്ടിയിട്ട് ഇയാളിവിടെ പിടിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ? ഇപ്പോൾ ഞാനും ബിഗിനറാണ്, ബാക്ക് ഫ്ലിപ്പ് പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ എനിക്കും ഈ ഹൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനും ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത് ഹൈറ്റ് മെല്ലെ കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രിൽസ് തന്നെയാണ് ഞാനും പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാനും യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. കാരണം ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു മൂവ്മെൻറ്റാണ് ബാക്ക് ഫ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഷെയർ ചെയ്യണം. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതലുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് ഇത് നിങ്ങളുടെ രീതിയിൽ അറിയാത്തവർക്കായിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഡ്രിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം സോഫ്റ്റ് ആയിട്ടുള്ള സർഫേസിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുക. നല്ലപോലെ ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലപോലെ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനും പഠിച്ചു വരുന്നുള്ളൂ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഫ്ലിപ്പിൽ കാര്യങ്ങൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞതായിട്ടുണ്ട്. ഞാനും യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത്. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.